പച്ചക്കറിയിലും പുഷ്പങ്ങളിലും മാത്രം കൈതൊട്ടപ്പോൾ ബാലേന്ദ്രന് ഒന്ന് മനസ്സിലായി. ധാരാളം ആവശ്യക്കാരുണ്ട്. വരുന്നവരാകട്ടെ ഏതെങ്കിലും പ്രത്യേക വിളയിൽ മാത്രം കണ്ണു നട്ടിരിക്കും. അവർക്ക് അതിൻ്റെ തന്നെ തൈ വേണം താൻ. വഴിയൊന്നേ ഉള്ളൂ, തണ്ട് മുറിച്ച് വേര് പിടിപ്പിച്ച് എടുക്കുക. ഏറ്റവും കൂടുതൽ വിളയുള്ള വഴുതനയിൽ നിന്നോ തണ്ട് മുറിച്ച് വേര് പിടിപ്പിച്ചെടുക്കുന്ന മറ്റൊരു രീതി കൂടി ബാലേന്ദ്രൻ പയറ്റുന്നു. ഇതിനായി സ്വന്തമായി തയ്യാറാക്കിയ ഒരു മിസ്റ്റ് ചേമ്പർ കൂടി വീട്ടിലുണ്ട്. മിസ്റ്റ് ചേമ്പർ എന്നാൽ അകത്ത് ഈർപ്പം തങ്ങി നിൽക്കുന്ന ഒരറ. അവിടെയാണ് ചെടിത്തണ്ടുകളിലെ വേര് പിടിപ്പിക്കൽ പരീക്ഷിക്കുന്നത്. വേര് പിടിപ്പിക്കൽ ചെറു രീതി മാത്രം. ശാഖകളായി വളരുന്ന വിളകളുടെ തണ്ട് 2 ഇഞ്ച് നീളത്തിൽ മുറിച്ചെടുത്ത് ഇൻഡോൾ അസറ്റിക് ആസിഡ് എന്ന റൂട്ടിംഗ് പൗഡർ എന്ന് പൊതുവെ അറിയപ്പെടുന്ന വേര് പിടിപ്പിക്കൽ ഹോർമോൺ പൗഡറിൽ മുക്കിയെടുത്ത് അവ ചകിരിച്ചോറ് നിറച്ച ബാഗിലേക്ക് നടും. തുടർന്ന് മിസ്റ്റ് ചേമ്പറിൽ മൂടി വെച്ചാൽ ഒരാഴ്ചയ്ക്കകം തണ്ടുകൾ വേര് പിടിപ്പിച്ച് കിട്ടും. വേര് പിടിപ്പിച്ച തണ്ടുകളിൽ നിന്നാകട്ടെ വിള നന്നായി വളർന്ന് മാതൃസസ്യം പോലെ തന്നെ ഫലം തരികയും ചെയ്യും. ആവശ്യക്കാർക്ക് കൈനിറയെ സ്വന്തം മാതൃസസ്യത്തിന്റെ തണ്ടുകൾ ചെടികൾ തന്നെ നൽകുവാൻ ബാലേന്ദ്രന്റെ ഈ മിസ്റ്റ് ചേമ്പർ ഏറെ സഹായിക്കുന്നു. മുറ്റത്ത് പച്ചക്കറികൾക്ക് ഉപരിയായി മറ്റൊരു വിള കൂടിയുണ്ട്. ഇന്ന് വിപണിയിൽ ഏറെ ഡിമാൻഡുള്ള തിപ്പലി. തിപ്പലി നമുക്കറിയാം, പരമ്പരാഗതമായി വലിയ മരുന്ന് തന്നെയാണ്. ആയുർവേദ ഔഷധങ്ങളുടെ പ്രധാന ചേരുവ. ചുക്ക്, കുരുമുളക്, തിപ്പല്ലി എന്ന ത്രികടു ആയുർവേദത്തിൽ വളരെ പ്രധാനമാണ്. ചുമയ്ക്കും കഫക്കെട്ടിനും ശ്വാസമുട്ടലിനുമൊക്കെ ഉപയോഗിക്കുന്ന നല്ല മരുന്നാണ് തിപ്പലി. തിപ്പലിക്ക് യോഗവാഹിത്വം എന്നൊരു മഹത്വം കൂടി ആയുർവേദ ശാസ്ത്രജ്ഞന്മാർ അവരോധിക്കുന്നുണ്ട്. അതായത് കോശകലകളെ തുരന്ന് മരുന്നുകളെ കൃത്യസ്ഥാനത്തെത്തിക്കുവാൻ തിപ്പലിക്ക് കഴിയുമത്രേ. അതുപോലെ തന്നെ ആയുർവേദ ഔഷധമായ രസായനങ്ങളുടെ പ്രധാന ചേരുവയാണ് തിപ്പല്ലി. രസായനമാകട്ടെ സർവ്വധാതു വർദ്ധകമാണ്. വർദ്ധമാന തിപ്പലി യോഗം എന്നൊരു പ്രയോഗം തന്നെ ആയുർവേദത്തിലുണ്ട്. തിപ്പല്ലി ഓരോ ദിവസവും അല്പം മാത്രകളായി കൂട്ടിക്കൊണ്ടുവന്ന് സന്ധിവാതം പോലെയുള്ള രോഗങ്ങളെ ഒഴിവാക്കുവാനുള്ള പ്രത്യേക വിദ്യ ആയുർവേദ ശാസ്ത്രത്തിലുണ്ട്. പലവിധ ലേഹ്യങ്ങളുടെയും ചേരുവയാണ് തിപ്പലി. പലവിധ ലേഹ്യങ്ങൾ പാകപ്പെടുത്തിയെടുക്കുമ്പോൾ മേമ്പൊടിയായി അഥവാ പ്രക്ഷേപചൂർണമായി തിപ്പലി ചേർക്കാറുണ്ട്. വളരെ എളുപ്പമാണ് തിപ്പലി കൃഷി. ബാലേന്ദ്രൻ മുറ്റത്ത് തന്നെ 200 തിപ്പലി തൈകൾ നട്ട് പരിപാലിക്കുന്നു. കുരുമുളകിന്റെ ഇനത്തിൽ വരുന്ന തിപ്പലി വൻമരങ്ങളിൽ, നെടുനീളെ വളരുന്ന മരങ്ങളിൽ നന്നായി പടരും. കുരുമുളകിന്റെ രൂപ സൗകുമാര്യത്തോടെ വള്ളി വീശി പടരുന്ന തിപ്പലി തിരിതെടുത്ത് പൂക്കുന്നത് നല്ലൊരു കാഴ്ച കൂടിയാണ്. മാസത്തിൽ 2000 രൂപയോളം തിപ്പലി ബാലേന്ദ്രൻ ഔഷധ കമ്പനികൾക്ക് നൽകുന്നുണ്ട്. പച്ചക്കറികൾ ആവശ്യപ്പെട്ടു വരുന്നവർക്ക് കൈനിറയെ അവ നൽകുക മാത്രമല്ല, മാതൃസസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാനുള്ള വിത്ത് കൂടി നൽകുക എന്നതാണ് ബാലേന്ദ്രൻ്റെ ഹോബി. വരുന്നവർക്കൊക്കെയും വിത്തിനെക്കുറിച്ചും സസ്യത്തെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. വിവിധയിനം വിത്തുകൾ നന്നായി പാകപ്പെടുത്തി പ്രത്യേകം കവറുകളിലാക്കി നടാനും നൽകും. വിത്തിൻ്റെ കച്ചവടം തകൃതിയായി നടക്കുന്നുണ്ട്. ഗായത്രി സീഡ്സ് എന്ന ലേബലിലാണ് ബാലേന്ദ്രൻ വിത്തുകൾ വിൽക്കുക. വിളയുടെ പരിക്രമം നടത്തുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ പയർ നട്ട് കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് അടുത്ത പ്രാവശ്യം ചീരയോ വെണ്ടയോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നടുന്നത് വളരെ നല്ലത് തന്നെയാണ്. ഇവിടെ എൻ്റെ വീടിന് പരിസരത്തുള്ള ആളുകൾ തന്നെ ഫോൺ ചെയ്ത് ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്ര കിലോയുടെ ഒരു കിറ്റാണ് ഞാൻ കൊടുക്കുന്നത്, 2 കിലോയുടെ. ആ കിറ്റ് ഓർഡർ ചെയ്യുമ്പോൾ ആ ദിവസം അവർ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകും. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഞാൻ സീഡ്സ് വിത്താക്കിയിട്ട് വിപണനം ചെയ്യുന്നുണ്ട്. ഗായത്രി സീഡ്സ് എന്നുള്ള പേരിൽ വിപണനം ചെയ്യുന്നുണ്ട്. തിപ്പലി ഞാനൊരു 200 മൂടോളം തിപ്പലി വളർത്തുന്നുണ്ട്. ഈ തിപ്പലി ലാഭകരമായിട്ട് ചെയ്യാവുന്നതാണ്. വലിയ ശുശ്രൂഷ വേണ്ട. കുരുമുളകിൻ്റെ കൃഷിരീതി തന്നെയാണ് തിപ്പലിയുടെയും കൃഷിരീതി. അതിൻ്റെ ഫ്രൂട്ട് ഉണക്കി ആയുർവേദ കോളേജുകളിൽ ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു 2000 രൂപയുടെ വരുമാനം അതുകൊണ്ട് ലഭിക്കുന്നുണ്ട് മാസം. കീട ശല്യമാണ് കൃഷിക്കാർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുന്നത്. അതിൽ നമുക്ക് കുറച്ച് ശ്രദ്ധിച്ചാൽ വലിയ മരുന്നുകളൊന്നും അടിക്കാതെ തന്നെ കീടങ്ങളെ ഒഴിവാക്കാൻ കഴിയും. ചെറിയ തൈകളായി വരുമ്പോൾ തന്നെ പൈപ്പിൽ നല്ല പ്രഷറോടുകൂടി വെള്ളം ചെടിയുടെ മണ്ടയ്ക്ക് ചാഞ്ഞു പോകാത്ത ചെടി ചാഞ്ഞു പോകാൻ വെള്ളം പ്രഷറിൽ ചീറ്റി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൈറ്റ്സ്, ത്രിപ്സ് ഇങ്ങനെ തുടങ്ങിയതെല്ലാം തെറിച്ച് പോകും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാൽ ഈ നിശാശലഭത്തിൻ്റെ ലാർവകളുണ്ട്. അത് മണ്ണിൽ ഒളിച്ചിരുന്നിട്ട് രാത്രിയിൽ ഇല വന്ന് തിന്ന് പോകുന്ന ഒരു രീതിയുണ്ട്. അത് നമ്മൾ രാത്രിയിൽ ടോർച്ചുമായിട്ട് നടന്നു നോക്കിയാൽ ഈ പുഴുവിനെ കാണാൻ കഴിയും. അതിനെ കൈകൊണ്ടെടുത്ത് കൊല്ലുക.
അതുപോലെ പടവലം പോലുള്ള പടരുന്ന വർഗ്ഗങ്ങളിലൊക്കെ പച്ച പുഴുവിനെ നമുക്ക് കാണാൻ കഴിയും. ശ്രദ്ധിച്ച് നോക്കിയാൽ ഇലയുടെ അടിവശത്തിരിക്കും. ഇത് കണ്ട് കൈകൊണ്ട് കൊന്നുകളയാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ കൈകൊണ്ട് നേരിട്ട് കീടങ്ങളെ എടുത്ത് കളഞ്ഞത് വളരെ ഫലപ്രദമായിട്ടുണ്ട്. പിന്നെ ഈ പൈപ്പിൽ വെള്ളം ചീറ്റിയടിക്കിച്ച് കീടങ്ങളെ ഒഴിവാക്കാൻ കഴിയുന്നതാണ്. ജൈവ കീടനാശിനി വെളുത്തുള്ളി, പുകയില, വേപ്പെണ്ണ ഇവയുടെ മിശ്രിതം ഉപയോഗിച്ച് സ്പ്രേ ചെയ്താൽ വളരെ ഫലപ്രദമാണ്. വിത്തുകൾക്ക് ഭൂമിയോട് ഒരു പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ടാണ് വിളവുണ്ടാവുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഞങ്ങളത് തിരുത്തുന്നു. ബാലചന്ദ്രന് ഭൂമിയോടൊരു പ്രാർത്ഥനയുണ്ട്. അത് എന്നും വിജയിക്കട്ടെ. നേരാം എല്ലാ ഭാവുകങ്ങളും. ഇനി കാർഷിക വാർത്തകൾ. കാർഷിക മേഖലാ വാർത്തകൾ. കേരള സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷന്റെ ഇന്റഗ്രേഷൻ ഫാമിൽ വളർത്തിയെടുക്കുന്ന ഗ്രാമപ്രിയ ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ ചൊവ്വാഴ്ച മുതൽ സ്റ്റോക്ക് തീരുന്നതുവരെ ദിവസവും രാവിലെ 10:30 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ പേട്ടയിലെ ഓഫീസിൽ വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. കോർപ്പറേഷന്റെ സ്വന്തം ഇന്റഗ്രേഷൻ ഫാമുകളിൽ വളർത്തിയെടുക്കുന്ന ഇറച്ചിക്കോഴികളെ ജീവനോടെ വിൽക്കുന്നു. ജീവനുള്ള ഇറച്ചിക്കോഴികൾ പൊതുവിപണിയിലെ വിലയേക്കാൾ കുറഞ്ഞ നിരക്കിലായിരിക്കും വിൽക്കുന്നത്. കച്ചവടക്കാർക്കും വ്യക്തികൾക്കും ഇറച്ചിക്കോഴികൾ വാങ്ങാവുന്നതാണെന്ന് മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. കർഷക പരിശീലന പരിപാടി. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വച്ച് ഈ മാസം 25, 26 തീയതികളിൽ ആട് വളർത്തലിനും 27 മുതൽ 29 വരെ തീയതികളിൽ മുട്ടക്കോഴി വളർത്തലിനും കർഷകർക്ക് പരിശീലനം നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ 0482523423 എന്ന ഫോൺ നമ്പറിൽ വിളിക്കേണ്ടതാണ്. റബ്ബർ നടീൽ വസ്തുക്കൾ വിതരണത്തിന്. റബ്ബർ നടീൽ വസ്തുക്കളുടെ വിതരണത്തിന് റബ്ബർ ബോർഡ് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റബ്ബർ ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള കറിക്കാട്ടൂർ സെൻട്രൽ നഴ്സറിയിൽ നിന്നും പുനലൂരിലെ കടക്കാമൺ, മഞ്ചേരി, പാലക്കാട്ടെ കാഞ്ഞിക്കുളം, ഉളിക്കൽ, ആലക്കോട് എന്നീ റീജിയണൽ നഴ്സറികളിൽ നിന്നുമാണ് തൈകൾ വിതരണം ചെയ്യുക. ശാസ്ത്രീയമായി തയ്യാറാക്കിയ RRII 105, 430, 414, 417, 422 എന്നീ ഇനങ്ങളുടെ കുടത്തൈകളും കപ്പുതൈകളുമാണ് വിതരണത്തിന് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. കപ്പുതൈകളുടെ വിതരണം ഈ മാസം തന്നെ ആരംഭിക്കും. കപ്പുതൈകൾക്ക് 65 രൂപയും കുടത്തൈകൾക്ക് 55 രൂപയുമാണ് വില. കപ്പുകൾ നഴ്സറികളിൽ തിരിച്ചു കൊടുത്താൽ കപ്പൊന്നിന് 5 രൂപ നിരക്കിൽ പണം തിരികെ ലഭിക്കും. തൈകൾ വാങ്ങാൻ താൽപര്യമുള്ളവർ റബ്ബർ ബോർഡിന്റെ ഏറ്റവും അടുത്തുള്ള റീജിയണൽ ഓഫീസുകളിൽ അപേക്ഷ നൽകേണ്ടതാണ്. അപേക്ഷകൾ ബോർഡിന്റെ റീജിയണൽ ഓഫീസുകളിൽ നിന്നും ലഭിക്കും. www.rubberboard.org.in എന്ന വെബ്സൈറ്റിൽ നിന്ന് അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്യാവുന്നതുമാണ്.